കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെ സാഹചര്യം പഠിക്കാൻ ജില്ലാ ഭരണകൂടം നിയോഗിച്ച് വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. പുനരധിവാസത്തിനായി നിയമിച്ച സ്പെഷ്യൽ നോഡൽ ഓഫീസർ RDO P. അൻവർ സാദത്താണ് ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് കൈമാറിയത്. 487 വീടുകളിൽ നടത്തിയ പരിശോധനയിൽ 313 വീടുകൾ വാസയോഗ്യമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങൾ നൽകാൻ ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെ സാഹചര്യം പഠിക്കാൻ ജില്ലാ ഭരണകൂടം നിയോഗിച്ച വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചല്ലോ. റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്? പ്രധാനമായിട്ടും അവിടെ വാസയോഗ്യമാണോ എന്നതിനെ സംബന്ധിച്ച പരിശോധനയാണ് നടത്തിയത്. പുനരധിവാസം അവിടെ സാധിക്കുമോ എന്നതിനെ സംബന്ധിച്ച പരിശോധനയായിരുന്നു നടത്തിയിരുന്നത്. പ്രദേശത്തുണ്ടായിരുന്ന 487 വീടുകളിൽ നടത്തിയ പരിശോധനയിൽ 313 വീടുകൾ വാസയോഗ്യമല്ല എന്ന റിപ്പോർട്ടാണ് വിലങ്ങാട് പുനരധിവാസത്തിനായി നിയമിച്ച സ്പെഷ്യൽ നോഡൽ ഓഫീസർ RDO P. അൻവർ സാദത്ത് ജില്ലാ കളക്ടർക്ക്, ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുള്ളത്. ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചേളി, പാലോം, വലിയ പാലോം, ആലക്കുഴി, മാടാഞ്ചേരി, കൂറ്റല്ലൂർ, പന്നിയേരി, വായാട് മേഖലകളിലാണ് സംഘം പഠനം നടത്തിയിരുന്നത്. ഈ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ നടത്തിയിരുന്ന പഠനങ്ങളിൽ ഏകദേശം 100-ലേറെ സ്ഥലങ്ങൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ 100-ലേറെ ഉള്ളതായിട്ട് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദഗ്ധ സംഘം പഠനം നടത്തിയതും പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതും. ഉരുൾപൊട്ടൽ ഒലിച്ചുപോയി, പ്രധാനമായിട്ട് പൂർണ്ണമായിട്ട് ഒലിച്ചുപോയ 14 വീടുകളുണ്ട്. ഉരുൾപൊട്ടൽ ഒലിച്ചുപോയ 14 വീടുകൾ നാശനഷ്ടം ഉണ്ടായതും വാസയോഗ്യമല്ലാത്തതുമായ വീടുകൾക്ക് പകരമായിട്ട് ഒന്നാം ഘട്ടത്തിൽ 44 കുടുംബങ്ങളെയാണ് പുനരധിവസിക്കേണ്ടത്. അതായത് ആദ്യഘട്ടത്തിൽ 14ഓളം വീടുകൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരുന്നു. ഇതുൾപ്പെടെ 44 കുടുംബങ്ങളെ ആയിരിക്കും ഒന്നാം ഘട്ടത്തിൽ പുനരധിവസിപ്പിക്കുക. ആദിവാസി ഉന്നതികൾ ഉൾപ്പെടെ 313 കുടുംബങ്ങളെ രണ്ടാം ഘട്ടത്തിൽ മാറ്റി താമസിപ്പിക്കണമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ആദിവാസി മേഖലകളായ 4 മേഖലകളായിട്ടാണ് ഈ ഉന്നതികളെ തരംതിരിച്ചിട്ടുള്ളത്. അവിടെ അതിഭീകരമായിട്ടുള്ള രീതിയിലുള്ള ഉരുൾപൊട്ടൽ സാധ്യതകൾ ഉണ്ടെന്നും അത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശം ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളിലും ഈ മേഖലയിൽ ഒലിച്ചു പോയിട്ടുണ്ട്. വിലങ്ങാട് മേഖലയിൽ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായിട്ട് താൽക്കാലികമായിട്ട് ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാക്കണമെന്നുള്ള ഒരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ജിയോളജി വകുപ്പ്, LHBD, പൊതുമരാമത്ത് വകുപ്പ്, ആരോഗ്യ വകുപ്പ്, റവന്യൂ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു പഠനം അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഗോകുൽ, ഈ 313 വീടുകൾ വാസയോഗ്യമല്ല, 487 വീടുകൾ നടത്തിയ പരിശോധനയിലാണല്ലോ ഇങ്ങനെ കണ്ടെത്തൽ. ഈ പുനരധിവാസത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഈ കണ്ടെത്തൽ നിർണായകമല്ലേ? അതെ, 313ഓളം വീടുകൾ, അതായത് ഇതിനെ പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും പുനരധിവാസം സംബന്ധിച്ച് തീരുമാനം ഉണ്ടാവുക എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 313 വീടുകൾ വാസയോഗ്യമല്ല എന്ന് പറയുമ്പോഴും അടിയന്തരമായി മാറ്റി താമസിക്കേണ്ട അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വീട് വെച്ച് നൽകേണ്ടതിനെ സംബന്ധിച്ച ഒരു രേഖകൾ കൂടി, റിപ്പോർട്ട് കൂടി ഈ സമിതി ജില്ലാ ഭരണകൂടത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ 44 വീടുകളാണ് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായിട്ടും പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ 44 വീടുകളാണ് മാറ്റി താമസിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഏറ്റവും ഒന്നാം ഘട്ടത്തിൽ പ്രാഥമികമായിട്ട് പുനരധിവസിപ്പിക്കേണ്ട 44 വീടുകളുണ്ട് എന്നാണ് കണ്ടെത്തൽ പറയുന്നത്. ബാക്കിയുള്ളത് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ ആയിട്ടായിരിക്കും നടത്തേണ്ടി വരിക. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ 44 വീടുകൾ എന്ന് പറയുമ്പോൾ. പൂർണ്ണമായും തകർന്ന 14 വീടുകൾ, പിന്നീട് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ളതും ഒരിക്കലും താമസിക്കാൻ സാധിക്കാത്തതും ഈ വലിയ പാറക്കല്ലുകളും മറ്റും വന്ന് അടിഞ്ഞുകൂടിയതും കൃഷിയോഗ്യമോ വാസയോഗ്യമോ അല്ലാത്തതുമായിട്ടുള്ള രീതിയിലാണ് ഇത്തരത്തിൽ 44 വീടുകളെ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് ഇതിന്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഈ ഭീതി അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ മേഖലയിൽ ദുരന്തം വിതച്ച ഓരോ പ്രദേശത്തെയും സാധ്യതകൾ മനസ്സിലാക്കിയിട്ടും അവിടെ സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തിട്ടുമൊക്കെയാണ് ഈ 313 എത്തിയിട്ടുള്ളത്. ഈ 313ലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എവിടെയാണ് കൂടുതൽ നാശം സംഭവിച്ചിട്ടുള്ളത്, ആരെയാണ് ഏറ്റവും ആദ്യം മാറ്റി താമസിപ്പിക്കുന്നത്, എത്രത്തോളം വീടുകളെ ആദ്യം മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൂടെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്മേൽ ഇനി ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള 300 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 16 കോടിയിലധികം രൂപയുടെ കൃഷി നാശം മാത്രമായിട്ടുണ്ടായിട്ടുണ്ട്. 33 കോടിയുടെ രൂപയിലെ അധികം റോഡുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നാനാ മേഖലയിലും അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് 313ഓളം വീടുകൾ വാസയോഗ്യമല്ല എന്നൊരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ സാധ്യതകൾ ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം താൽക്കാലികമായിട്ടുള്ള ഒരു ഷെൽട്ടർ ഹോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധിക്കണം എന്നൊരു വിലയിരുത്തൽ കൂടി ഇത്തരത്തിലുള്ള ഈ സമിതി, പഠനം നടത്തിയുള്ള സമിതി എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകി.